إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 87-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ആരംഭിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ അകല ലോകങ്ങളിലും അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല. അതേസമയം മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ബഹുഭൂരിപക്ഷം പേരും വലിയൊരു വിഭാഗം അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുകയാണ്, അതിനെ നിഷേധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനാരും തന്നെയില്ല എന്ന് കൃത്യമായി സുവ്യക്തമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏകദൈവ വിശ്വാസം നമുക്ക് ഉറപ്പിച്ചു തരികയാണ്. അത് കഴിഞ്ഞ് അല്ലാഹു പറയുകയാണ്, ലയജ്മഅന്നകും, നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുമെന്നാണ്. ഇലാ യൗമിൽ ഖിയാമ, ആ അന്ത്യനാളിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങളെ വെറുതെ വിടില്ല. അതായത് നിങ്ങളെ ഒഴിച്ചു മാറ്റി നിർത്തുന്നതല്ല. നിങ്ങളൊക്കെയും മരണപ്പെട്ടതിന് ശേഷം ഒരു പുനർജീവനമുണ്ട്. നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ വൻസഭയിലേക്ക് നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇലാ യൗമിൽ ഖിയാമ, ആ ഖിയാമത്ത് നാളിലേക്ക്, അന്ത്യനാളിലേക്ക് നിങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും എന്ന് കൃത്യമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹു പറയുകയാണ്. ലാ റൈബ ഫീ, അതിൽ യാതൊരു സംശയവുമില്ല, സംശയത്തിന് യാതൊരു ഇടയും നൽകാത്ത ഒരു വർത്തമാനമാണത്. നോക്കൂ, എന്താണ് അതിന്റെ കാരണം? മക്കത്തെ ബഹുഭൂരിപക്ഷം വരുന്ന വലിയൊരു വിഭാഗം മുശ്രിക്കീങ്ങൾ അന്ത്യനാളിൽ വിശ്വസിച്ചിരുന്നില്ല. ഈ ഐഹികമായ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. ഈ ജീവിതത്തോടുകൂടി സകലവും അവസാനിക്കുമെന്നാണ്. ഇന്നും നോക്കൂ നിങ്ങൾ, ഭൂമുഖത്ത് വലിയൊരു വിഭാഗം ആൾക്കാർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഐഹികമായ ദുനിയാവിന് ശേഷം വേറൊരു ലോകമില്ല എന്നാണ്. സത്യത്തിന്റെയും അസത്യത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും സ്വർഗനരകങ്ങളുടെയും ഒരു ലോകമില്ല എന്നാണ് അവർ വിശ്വസിച്ചു വശായിരിക്കുന്നത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഖണ്ഡനം നൽകുന്നത്. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ, കാര്യങ്ങൾ അതിൽ സത്യം, ഏറ്റവും നല്ല സത്യം പറയുന്നവൻ അല്ലാഹു അല്ലാതെ വേറെ ആരുണ്ടെന്നാണ് ചോദിക്കുന്നത്. അല്ലാഹുവാണ് നിങ്ങൾക്ക് ഏറ്റവും സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ളത്. അതുകൊണ്ട് ആ സത്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.